Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവ മന്ന ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച പ്രിയ കോഴിക്കോടത്തെ പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുടുംബത്തെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ഒരവസരം കൂടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രി സമയത്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് ക്രിയ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് വചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഇന്നു രാത്രികാലം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങുന്ന ഒരു ഹൃദയത്തെയാണ് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം എന്നോട് വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് എൻ്റെ നാവ് ഞാൻ തുറക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് അറിയിക്കേണ്ടത് അതെന്റെ നാവിൽ കൂടെ പ്രസ്താവിക്കും. സ്തോത്ര. ഇന്ന് രാത്രികാലം ആരൊക്കെയാണോ പ്രാർത്ഥനയോടുകൂടെ ഈ വചനം ശ്രവിക്കുന്നത് അവരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോട് ഇടപെടാനിടയാകും. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, ദൈവശ്വസനീയമായ ദൈവത്തിന്റെ വചനം, അണ്ണാക്കിന് മധുരമേറിയ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം കർത്താവിന്റെ വചനം ജീവനുള്ള വചനമാണ്, ചലിച്ചുകൊണ്ട് നിൽക്കുന്ന വചനമാണ്. സ്തോത്രം. എന്റെ സർവശക്തനായ, സർവജ്ഞാനിയായ, സർവത്തിനും ഉദയവനായ, ഹല്ലേലൂയ സർവസമ്പൂർണനായ, കർത്താതി കർത്താവായ, ദേവാതി ദേവായതായ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനമായി നിൽക്കുക എന്റെ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ എനിക്ക് വേണ്ടി ഒരുക്കി തന്നല്ലോ. മഹാദയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഉന്നതൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ, അൽഫ ഒമേഗ, ആദ്യൻ അന്ത്യൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എന്റെ സ്വർഗത്തിലെ അപ്പച്ചനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഈ രാത്രി സമയത്ത് ആർക്കൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. എന്റെ കർത്താവ് ചെയ്ത ഉപകാരങ്ങള്, എന്റെ കർത്താവ് നടത്തിയ വിധങ്ങൾ, പൈശാചിക ശക്തി പലപ്പോഴും നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ കലക്കത്തിൽ
ദുഃഖത്തിന്റെ ഹല്ലേലൂയ അനുഭവത്തെ കൊണ്ടിടുമ്പോൾ, നിരാശയുടെ അനുഭവത്തെ കൊണ്ടിടുമ്പോൾ, ഹല്ലേലൂയ കരച്ചിലിന്റെ അനുഭവങ്ങളെ കൊണ്ടിടുമ്പോൾ, ആർക്കൊക്കെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുക? ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിൽ ഒന്നായ 4 സുവിശേഷങ്ങളിൽ ഒന്നായ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഈ വാക്യം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുക എന്റെ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. പലപ്പോഴും പൈശാചിക ശക്തി, പാരമ്പര്യത്തിന്റെ പോരുകൾ, ദേശ അന്ധകാരത്തിന്റെ പോരുകൾ നമ്മെ, നമ്മുടെ തലമുറകളെ നഷ്ടമാക്കുവാൻ ഹല്ലേലൂയ അവരെ ഹൃദയത്തെ കലക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശാന്തമായി എന്റെ കർത്താവിന് പറയുവാനുള്ളത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എന്റെ കർത്താവ് കർത്താവിനെ യഥാർത്ഥമായി അനുഗമിച്ച ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം കൊടുക്കുവാനുമാണ് ഈ വാക്യം, ഈ വചനം, ഈ അധ്യായം എഴുതപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത്രയും സമയം കൂടെ നിന്ന ഗുരുവായ യേശുക്രിസ്തു പോയിട്ട് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ആ ടൈം ഹല്ലേലൂയ ശിഷ്യന്മാർ കലങ്ങിയിരിക്കുക. മനസ്സ്, കർത്താവേ അങ്ങ് നീ പോയാൽ എനിക്ക് ആരുമില്ലല്ലോ. സ്തോത്ര. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പല വിഷയങ്ങളാൽ വിചാരപ്പെടുന്ന വ്യക്തികൾ ഹല്ലേലൂയ എന്നെ ഇന്ന് ഈ വചനം ശ്രവിക്കാനിടയാകും. സ്തോത്ര. പല വിചാരങ്ങളാൽ, പല നിരാശയാൽ ഹല്ലേലൂയ ആയിരിക്കുന്ന വ്യക്തി ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിക്ക്. ആരിൽ? ക്രിസ്തുവിൽ വിശ്വസിപ്പ്. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ സാധിക്കത്തില്ല. ഒരു വ്യക്തിക്കും നമ്മെ കരം താങ്ങി രക്ഷിക്കുവാൻ സാധിക്കത്തില്ല. സ്തോത്ര. പലപ്പോഴും അവർ പറയുന്ന വാക്കുകൾ വേദനാജനകമായി മാറും. പക്ഷേ എന്റെ കർത്താവ് പറയുന്ന വാക്ക് ആശ്വാസമായി മാറും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റം വരത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തെ കലക്കുന്ന അവസ്ഥയിൽ മുന്നേറിക്കൊണ്ടായിരിക്കുന്ന വിഷയത്തിൽ മധ്യ ആയിരിക്കുമ്പോൾ, ആ വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പകരുവാൻ തയ്യാറാണെങ്കിൽ, ആ വിഷയത്തിന്റെ നടുവില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇറങ്ങി വരാനിടയാകും. സ്തോത്രം. യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിച്ച ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനം കൂടെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കേട്ടോ? സ്തോത്ര. എന്നാൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിൽ താൻ ഹല്ലേലൂയ 3 പ്രാവശ്യം മനസ്സ് ഹൃദയം കലങ്ങിയതായി നമുക്ക് കാണാം. എന്റെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ കർത്താവിന്റെ മനുഷ്യത്വത്തിൽ ഹല്ലേലൂയ ഹൃദയം കലങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമ്മിൽ വസിക്കുന്നത് കർത്താവാണെങ്കിലും, നമ്മെ വഴി നടത്തുന്നത് കർത്താവിന്റെ ദൂതാണെങ്കിലും, ദൈവത്തിന്റെ ആലോചന കേട്ടെങ്കിലും പലപ്പോഴും മനസ്സ് നീറുന്ന അവസ്ഥയിൽ പോകാറില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എന്നിൽ വിശ്വസിക്കുക. ആർക്ക് സാധിക്കും? ഈ ലോകത്ത് ആർക്കെങ്കിലും സാധിക്കുമോ ഒരാശ്വാസം നൽകാൻ? ആർക്കെങ്കിലും നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ സാധിക്കുമോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, വ്യാജമായി ഹല്ലേലൂയ സ്നേഹിക്കുന്ന സ്നേഹമാണ് ഈ ലോകത്തുള്ളത്. ഹല്ലേലൂയ ന്യൂസുകളിൽ കണ്ടില്ലേ? പല ഹല്ലേലൂയ കാര്യാദികളാണ് സ്നേഹിച്ചു നിൽക്കുന്നവർ. ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ ചതിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിത്യ സ്നേഹം കൊണ്ട് സ്നേഹിച്ച ദൈവത്തിന്റെ മഹാദയെ ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ക്രിസ്തുവിൽ വസിപ്പിന്, എന്നിൽ വസിപ്പിന്. എന്റെ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ എന്നിൽ നീ വസിക്കുക. എന്റെ കർത്താവ് അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ജനമേ, ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിന്റെ വാഗ്ദത്തം അനുസരിക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവജനമേ,
ദൈവജനമേ, ഇന്ന് ദൈവം വചനം ഹല്ലേലൂയ പറയുന്നതിന് മുമ്പായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട കാര്യമാണ്. ഞാൻ ആ വാക്യം മാറ്റിവെച്ച് അടുത്ത വാക്യം എടുക്കാൻ നോക്കിയപ്പോൾ പിന്നെയും ആവർത്തിച്ച് എന്നോട് ദൈവാത്മാവ് പറയുന്നത് ഈ വിഷയം തന്നെ പറയണം. ഇന്ന് പകൽക്കാലം ഒരു ദൈവ പ്രവൃത്തിയുടെ ദിനമാണ്. ഇന്ന് രാത്രികാലം ഒരു ദൈവികമായ സന്ദർശനത്തിന്റെ ദിനമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്നെ കേൾക്കുവാൻ, നിന്നെ കാണുവാൻ, നിന്റെ നിരാശകൾ കാണുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ ഹല്ലേലൂയ ഒന്ന് മറച്ചു പിടിക്കുവാൻ, നിന്നെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല എന്ന് നീ ചിന്തിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അമ്മ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, കർത്താവിന്റെ സ്ഥലം നീ ഇറങ്ങി തിരിച്ചോ? നിന്റെ മനസ്സ് നീ കലങ്ങിയാണോ? ആ കലക്കം മാറ്റി തെളിനീരിന്റെ അനുഭവം തരുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹാഗാറും ബാലനും ആ മരുഭൂമിയിൽ ഹല്ലേലൂയ ആ ബാലനെ കിടത്തി അൻപിപ്പാട് ദൂരത്ത് ഹാഗാർ ഹല്ലേലൂയ മാറിയിരുന്നു. ആ ബാലൻ നിലവിളിച്ചു, അമ്മയും മോനും നിലവിളിച്ചു. പക്ഷേ ആ കുഞ്ഞിന്റെ കരച്ചിൽ, ആ ബാലന്റെ നിലവിളി ദൈവം കേട്ടുവെന്ന് ഹല്ലേലൂയ കർത്താവിന്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ എത്ര തന്നെ മരുഭൂമിയുടെ അനുഭവം വരട്ടെ, ഒരിക്കലും ഹല്ലേലൂയ ഒരു തെളിനീര് കാണുവാനില്ല. ഒരിക്കലും ഒരു ഹല്ലേലൂയ ഉറവ കണ്ടിട്ടില്ല. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുരുത്തി മുങ്ങുമാറ് ഒരു ഹല്ലേലൂയ ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, കരങ്ങിയിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ പേടിക്കേണ്ട കേട്ടോ. നീ ഹല്ലേലൂയ ആവശ്യമില്ലാതെ മാനുഷികമായ വിചാരങ്ങളാൽ കുടുങ്ങരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ മാർത്തയും മറിയയും ചെയ്തതുപോലെ, ഹല്ലേലൂയ മാർത്ത പലതിനാലും വിചാരപ്പെട്ടതുപോലെ നീ വിചാരപ്പെട്ട മനം കലങ്ങേണ്ടവളല്ല കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ മറിയയെ പോലെ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ പ്രാപിച്ചെടുക്കേണ്ടത് നീ പ്രാപിച്ചെടുക്ക. കരയുവാൻ തുടങ്ങിക്കോ. ദൈവസന്നിധിയിൽ ആരൊക്കെ കരയുമോ, ദൈവസന്നിധിയിൽ ആരൊക്കെ കർത്താവിന്റെ കാൽ കീഴിൽ കരയുമോ, അവർക്ക് വിടുതൽ കിട്ടാതിരുന്നിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രികാലം ഒരു ദൈവ പ്രവൃത്തിയുടെ ദിനമാണ്. നിന്റെ മനസ്സ് കലങ്ങിയോ, നിന്റെ ഹൃദയം കലങ്ങിയോ, നീ വിഷമിക്കാതെ, തളർന്നു പോകാതെ, നിന്റെ ഭാരം ഇറക്കി കർത്താവിന്റെ കരത്തിൽ ഇറക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകുമെങ്കിൽ വലിയൊരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രായോഗികമായി കർത്താവിന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെ കാണിക്കുകയാണ് എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ. ഹല്ലേലൂയ കർത്താവിന്റെ മനം ഹല്ലേലൂയ കലങ്ങിയെന്ന് ആവർത്തിച്ച് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. എന്നാൽ യേശു ഇവിടെ സാധാരണക്കാരായ മനുഷ്യരുടെ യഥാർത്ഥ പ്രതിനിധിയായി നിൽക്കുകയാണ്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു സ്തോത്രം മനുഷ്യൻ എന്ന നിലയിൽ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി വഴികളിൽ നടന്നു പോയപ്പോൾ ക്ഷീണിച്ചെന്ന്, ദാഹിച്ചു, വിശന്നു, ഉറങ്ങിയെന്ന് കാണുന്നു, ഭ്രമിച്ചെന്ന് കാണുന്നു. സ്തോത്രം ആകുലനായി, പ്രാണവേദനയിലായി, അതിദുഃഖിതനായി എന്ന് ഹല്ലേലൂയ യേശുക്രിസ്തു എല്ലാ നിലയിലും നമുക്ക് തുല്യനായിരുന്നു എന്ന് മനസ്സിലാക്കാം. സ്തോത്രം എന്ന പിതാവായ ദൈവം പറയുന്നത് അനുസരിച്ചു നിന്നപ്പോൾ അവിടെ ദൈവപ്രവൃത്തി ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നടക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആത്മാർത്ഥമായി നീ കരയുകയാണെങ്കിൽ, പിതാവിന്റെ ഇഷ്ടപ്രകാരം നിൽക്കുകയാണെങ്കിൽ, പിതാവിന്റെ ഇഷ്ടപ്രകാരമാണോ പിതാവിന്റെ കാൽക്കൽ നീ ഇരുന്ന് കരയുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ 3 ഹല്ലേലൂയ കലക്കം നമുക്ക് കാണാം. ഹല്ലേലൂയ മനം ഉള്ളം നൊന്ത് യേശു കരഞ്ഞ ഭാഗം. 1 ലാസറിന്റെ മരണത്തിൽ ഉള്ളം നൊന്തു കല
കലങ്ങി. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാം ബേഥാനിയയിൽ ഹല്ലേലൂയ ലാസറിന്റെ ഭവനത്തെ 2 സഹോദരിമാർക്ക് ആകെ ഒരാങ്ങളെ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ ക്രിസ്തുവിന് കർത്താവിന് പ്രിയമുള്ള വ്യക്തിയെന്ന് കർത്താവിന്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, എനിക്ക് പ്രിയനായ നിനക്ക് പ്രിയനായവൻ ഹല്ലേലൂയ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ലാസർ ഹല്ലേലൂയ മരണപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നോയിക്കേ, നമുക്ക് വചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വളരെ അടുത്തിരുന്ന ഹല്ലേലൂയ കുടുംബം, ദൈവത്തോട് ചേർന്നിരുന്ന കുടുംബം, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു പോകുന്ന കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. സ്തോത്രം. ആ സമയത്ത്, ആ മരണസമയത്ത് യേശു ക്രിസ്തു കടന്നു വന്നില്ല. പല വ്യക്തികളെയും അയച്ചു. എന്നിട്ടും യേശു ക്രിസ്തുവിന് ഹല്ലേലൂയ കടന്നു വരാൻ സാധിച്ചില്ല. പിന്നെയും ഒരു ദിവസത്തെ യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസമാണ് യേശു ക്രിസ്തു അവിടെ കടന്നു വന്നത്. ഹല്ലേലൂയ. ആ ലാസറിന്റെ മരണത്തില് ഉള്ളം നൊന്ത് യേശു കലങ്ങിയതായി കാണാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഉള്ളം നൊന്ത് കലങ്ങിയ വിഷയത്തിൽ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:33. ഹല്ലേലൂയ. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞു അത്രേ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു 11:33 ലാസറിന്റെ മരണത്തെ കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ റെഫറൻസ് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ലാസറിന്റെ മരണത്തിൽ യേശു ക്രിസ്തു ഹല്ലേലൂയ ഉള്ളം നൊന്തു കലങ്ങിയതായി കാണാം. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവത്തോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയാണ് ലാസർ. സ്തോത്രം. ഞാനും നീയും കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ, ക്രിസ്തുവിനോട് പറ്റിയിരുന്ന വ്യക്തിയാണെങ്കിൽ അവരോട് കൂടെ ചേർന്നിരിക്കുവാൻ കർത്താവ് ഉണ്ടാവും. ഞാൻ കരയുമ്പോൾ എൻ്റെ കൂടെ ചേർന്ന് കരയണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിച്ചെടുക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, കർത്താവിന്റെ സന്നിധിയിൽ യഹോവയോട് പറ്റിയിരുന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആർക്കൊക്കെ സാധിക്കും? ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, കർത്താവിനോട് പറ്റിയിരിക്കുന്നവരെ എന്റെ കർത്താവ് വിടുവിക്കുകയും ചെയ്യുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ക്രിസ്തുവിലേക്ക് പറ്റിയിരിക്കുവാൻ തയ്യാറാണോ? കർത്താവിന്റെ സന്നിധിയിൽ പറ്റിയിരിക്കുവാൻ തയ്യാറാണോ? നിന്റെ കരച്ചിലിന്റെ ശബ്ദം എന്റെ കർത്താവ് കേൾക്കുവാൻ തയ്യാറാണ്. എത്ര കലങ്ങിയ വിഷയങ്ങളാകട്ടെ, എത്ര മനം കലങ്ങിയ വിഷയമാകട്ടെ, എത്ര മനസ്സ് നൊന്ത വിഷയമാകട്ടെ, എന്റെ കർത്താവ് ലാസർ ഏറ്റവും പ്രിയമുള്ള ആ ലാസറിന്റെ ഭവനത്തിൽ വന്നു. എന്റെ പ്രിയപ്പെട്ട മകൻ നിദ്ര പ്രാപിച്ചെന്നറിഞ്ഞപ്പോ തനുള്ളം നൊന്ത് കരഞ്ഞു. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ആ മരണം ഉണ്ടായത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമ്മുടെ വിഷയത്തെ നോക്കുമ്പോൾ അനക്കമില്ല. മനുഷ്യൻ തമ്മിൽ ബന്ധിക്കുന്ന വിഷയം, വാക്കുകൾ കൊണ്ട് ബന്ധിക്കുന്ന വിഷയം, ദേശ അന്ധകാരത്തിന്റെ പോര് ഹല്ലേലൂയ വരിഞ്ഞു മുറുക്കുന്ന വിഷയം. സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല, ശുശ്രൂഷയിൽ വളരാൻ സാധിക്കുന്നില്ല. അങ്ങോട്ട് പോയാൽ പ്രശ്നം, ഇങ്ങോട്ട് പോയാൽ പ്രശ്നം, ഒന്നും ചെയ്യാൻ ആത്മീയമായ വളർച്ച പ്രാപിക്കുവാൻ സാധിക്കാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന അവസ്ഥ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ലാസറിന്റെ ഹല്ലേലൂയ മരണത്തില് എന്റെ യേശു ഉള്ളം നൊന്ത് കരഞ്ഞു. എന്റെ നിന്റെ വിഷയത്തില് എന്റെ കർത്താവ് ഉള്ളം നൊന്ത് കരഞ്ഞ് അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ ഹല്ലേലൂയ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി തീരണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഒരു പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നാൽ എന്റെ കർത്താവ് ഉള്ളം നൊന്ത് ആ വിഷയത്തിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അതിനെ പുറത്തു കൊണ്ടുവരുവാനിടയാകും. മൂടപ്പെട്ട വിഷയം റോമൻ ഇംപീരിയൽ മുദ്ര പതിപ്പിച്ചതായാലും കല്ലുരുട്ടി മാറ്റി അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്റെ യേശുക്രിസ്തു ഉയർത്തതുപോലെ തന്നെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിശ്ചയമായി നടക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ ദൈവസന്നിധിയില് ഹല്ലേലൂയ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കുക. മനം കലങ്ങിയിരിക്കുന്ന വിഷയം ഹല്ലേലൂയ. പലപ്പോഴും ദൈവസന്നിധിയിൽ അടുത്തു, പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, പലപ്പോഴും ദൈവസന്നിധിയിൽ അടുത്തിട്ടും കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല, എന്തുകൊണ്ട് ഒരു എഴുന്നേൽപ്പില്ല? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ, ദൈവത്തോട് പ്രിയമുള്ള വ്യക്തിയെ ഒരിക്കലും എന്റെ കർത്താവ് ഹല്ലേലൂയ വിടുവിക്കാതെ മാറിപ്പോകത്തില്ല. കുഞ്ഞ്, എന്റെ കർത്താവിന് സഹിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ ഒരു കുഞ്ഞ് വിഷമിക്കുന്നത്, ഒരു കല്ലിന് കർത്താവിന്റെ ഒരു കുഞ്ഞിന്റെ മനം ഹല്ലേലൂയ കലങ്ങുന്ന, മനം നൊന്ത് ഹല്ലേലൂയ വിഷമിക്കുന്ന അവസ്ഥ ക്രിസ്തുവിന് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ വിഷയത്തിൽ മധ്യേ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കും. പുനരുത്ഥാനത്തിന്റെ ശക്തിയാല്, ഉയർപ്പിന്റെ ശക്തിയാല് എഴുന്നേൽക്കാത്ത വിഷയം എത്രയും പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ മനം കലങ്ങിയിരിക്കുകയാണോ, പ്രയാസപ്പെട്ടിരിക്കുകയാണോ, പ്രതികൂലമല്ലേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. രണ്ടാമതായി, യേശുവിന്റെ ഉള്ളം നൊന്തത് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന പ്രവചനം കേട്ടപ്പോഴാണ്. സ്തോത്രം. നോക്കിക്കേ, നാം ഏറ്റവും അധികം സ്നേഹിച്ച കുറച്ച് വ്യക്തികൾ ഉണ്ടെന്ന് വിചാരിച്ചോ? സ്തോത്രം. അവരിൽ ഒരാൾ നമ്മെ ഒറ്റിക്കൊടുക്കുമ്പോൾ എന്തുമാത്രം വേദന അനുഭവിക്കുമല്ലേ? ആ വേദന ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, ഞാൻ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ, സ്തോത്രം, നാം മനസ്സിൽ പോലും ചിന്തിക്കാത്തതായ മുറിവുകൾ വരുത്തിയിരിക്കുന്ന പലപ്പോഴും വിള്ളലുകൾ വന്ന് ഹല്ലേലൂയ ഹൃദയം തമ്മിൽ അടുക്കാൻ പറ്റാതെ കുടുംബത്തിൽ തകർച്ചയിലോട്ട് പോകുന്ന ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നോട് തന്നെ പറയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞു കുഞ്ഞേ. കർത്താവിന്റെ ഉള്ളം കലങ്ങി ആ സമയത്ത് അറിയുമോ, തന്റെ ഹല്ലേലൂയ ഈ അവസ്ഥയിൽ ഹല്ലേലൂയ ഒറ്റിക്കൊടുക്കുന്ന ആ സമയത്ത് തനിക്ക് മനസ്സ് ഹല്ലേലൂയ വേദനിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മനസ്സ് വേദനിക്കാറില്ലേ? പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്താറില്ലേ? നീ അത് ചെയ്യുന്നത്, നീ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളൂ, നിനക്കൊരു കഴിവുമില്ല, നിനക്ക് യോഗ്യതയില്ല, നീ അങ്ങനെ പോകത്തുള്ളൂ. നീ അതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ക്രിസ്തുവിന് പ്രിയപ്പെട്ടവളായിരിക്കും, ക്രിസ്തുവിന് പ്രിയപ്പെട്ടവനായിരിക്കും. എന്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, നിന്നെ എഴുന്നേൽപ്പിക്കുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവസ്ഥന് തീരുമാനമെടുത്ത് മടങ്ങി വന്നാൽ മതി. നീ തീരുമാനം എടുത്ത് ദൈവസന്നിധിയിൽ നിന്റെ ആ ഹല്ലേലൂയ നിരാശകള്, ഉള്ളം നൊന്ത് മനസ്സ് നീറുന്ന ആ അവസ്ഥ ഹല്ലേലൂയ കർത്താവിലേക്ക് പകരുവാൻ തയ്യാറാണെങ്കിൽ എന്റെ കർത്താവ് ഇറങ്ങി വന്ന് ആ വിഷയത്തിൽ മധ്യ പരിഹാരം തരിക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യേശുക്രിസ്തു ഇതിലേക്ക് എല്ലാം കടന്നു കഴിഞ്ഞു. കരച്ചിലുണ്ടായി, സങ്കടമുണ്ടായി, വിശന്നു, ഹല്ലേലൂയ ദാഹിച്ചു. ഇതൊക്കെ കഴിഞ്ഞാണ് യേശുക്രിസ്തു ഹല്ലേലൂയ മനുഷ്യത്വത്തിലേക്ക് വന്നപ്പോൾ അതാണ് ദൈവത്വത്തിൽ മനുഷ്യത്വം, ദൈവത്വം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെല്ലാം നമ്മൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാം അതിൽ കൂടെ കടന്നാൽ മാത്രമേ നമ്മളെ ഒരു പൊന്നാക്കി ദൈവം പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. നാം അനുഭവത്തിൽ കൂടെ കർത്താവ് കടത്തിവിടുന്നത് എന്തിനാണ്? മറ്റു വ്യക്തികൾക്ക് ഒരു ആശ്വാസമായി തീരുക, ദൈവപ്രവൃത്തി നമ്മിൽ കൂടെ വെളിപ്പെടുക. പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവ് ആ വ്യക്തിക്ക് ഇല്ലല്ലോ ഇത്രയും പ്രതികൂലം, ആ വ്യക്തിക്ക് ഇല്ലല്ലോ ഇത്രയും പരാജയം, എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ വന്നു? കാരണം എന്താണെന്നറിയാമോ? എന്റെ കർത്താവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എന്റെ കർത്താവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ് ഞാൻ. കർത്താവിന് ഒരു പൊന്നാക്കി പുറത്തു കൊണ്ടുവരണം. എന്റെ കർത്താവിന് ഉപയോഗിക്കണം. കർത്താവിന് ഉപയോഗിക്കേണ്ട ഒരു മാനവത്വമാണ്. മൂന്നാമതായി യേശുക്രിസ്തുവിന്റെ ഉള്ളം നൊന്ത് കലങ്ങിയത് എന്താണെന്നറിയാവോ? യേശുവിന്റെ മരണത്തെ കുറിച്ച് സൂചിപ്പിച്ച് സംസാരിച്ച ആ സമയത്ത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മരണകരമായ അവസ്ഥകൾ വരുമ്പോഴും
പലപ്പോഴും ചിന്തിച്ചു നോക്കിക്കേ, പലപ്പോഴും നാം ചിന്തിക്കാതെ പക്ഷം ചേർന്ന്, പടയാളികൾ പോലെ അനേകർ ചേർന്ന് നീ ചെയ്തത് തന്നെയാ തെറ്റിദ്ധാരണയിട്ട് പലപ്പോഴും നമ്മുടെ തലമേൽ കുറ്റം കെട്ടിവെച്ച്, സ്തോത്രം, പലപ്പോഴും നമ്മുടെ ഉള്ള ആത്മീയതയെ നഷ്ടമാക്കുന്ന രീതിയിൽ പൈശാചിക ശക്തി തന്ത്രം മെനഞ്ഞുണ്ടാക്കുമ്പോൾ ഓർക്കുക, അവിടെ ഒരു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടും. കാരണം ഞാനും നീയും ക്രിസ്തുവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഞാനും നീയും കർത്താവിന് പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഞാനും നീയും കർത്താവിന് പ്രിയപ്പെട്ടവരാണ്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്റെ കർത്താവ് ആത്മാർത്ഥമായിട്ട് എന്നിലേക്ക് ആരടുക്കുമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അമറിയെ പോലെ ആ കർത്താവിന്റെ കാൽക്കൽ വീഴുവാൻ ആർക്കൊക്കെ സാധിക്കും? ഹല്ലേലൂയ! അപ്പോഴാണ് നമ്മുടെ മനം കലങ്ങിയ, ഉള്ളം നൊന്ത് കലങ്ങുന്ന ആ വിഷയത്തിൽ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നമ്മെ എഴുന്നേൽപ്പിക്കാനിടയാകും. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളിൽ കൂടെ ദൈവം എന്നെ കടത്തിവിട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഏത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഏത് വ്യക്തിക്കോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ അനുഭവങ്ങളിൽ കൂടെ കടത്തിവിടുമ്പോ നാം ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാവോ? ദൈവത്തിന്റെ നാമം നമ്മിൽ കൂടെ നിവർത്തീകരിക്കുക. അനേകർക്ക് നാം പ്രാർത്ഥിക്കേണ്ടവരാണ്. അനേകർക്ക് വേണ്ടി ആശ്വാസം നൽകേണ്ടവരാണ്. ദൈവരാജ്യ കെട്ടുപണികൾക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണെന്ന് നമ്മൾ അന്നേരം ചിന്തിക്കണം. പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവ് നിനക്കെന്നെ വേണ്ടേ? ഞാൻ ഈ ലോകത്തെന്തിനാ ജീവിക്കുന്ന കർത്താവ്? എത്രയും വേഗം എന്നെ എടുത്തുകൊള്ളണമേയപ്പാ. പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, മനസ്സ് കലങ്ങിയിരിക്കുമ്പോൾ നാം പറയാറില്ലേ? ഹല്ലേലൂയ! ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനിയും എത്ര സഞ്ചരിക്കാനിരിക്കുന്നു, എത്ര പ്രവർത്തിക്കാനിരിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി എന്തുമാത്രം ഓടേണ്ടിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ചൂടമാന അന്തരാരവോക്ഷിയാരവ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, ആ കണ്ണുനീർ തുടയ്ക്കുവാൻ കർത്താവുണ്ട്. കണ്ണുനീർ തുടയ്ക്കുക മാത്രമല്ല കേട്ടോ, കണ്ണുനീർ തുടച്ച് നീ പൊക്കോ എന്നല്ല. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ. സ്തോത്രം. നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. നമുക്കൂടെ നിൽക്കുന്ന വ്യക്തികൾ പോലും നമ്മെ വിശ്വസിക്കാതെ നമ്മളെ ഹല്ലേലൂയ ചപ്പന്നും ചവറന്നും പുല്ലുപോലെ തട്ടിക്കളയുമ്പോൾ നാം ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, എന്റെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, എത്ര കലങ്ങി മറിഞ്ഞ വിഷയമായാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രികാലം നീ എന്റെ കർത്താവിന്റെ കാൽക്കൽ വീഴ്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ വിഷയം എന്താണെന്ന് അടിയൻ അറിയുന്നില്ല, കർത്താവിനറിയാം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കാൽ കീഴിൽ വീഴാൻ നീ തയ്യാറാകുക. ആ വിഷയത്തിൽ മധ്യേ എന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നിരാശകൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓരോ വ്യക്തികളെ വിളിച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട്. സ്വയമായി നാം പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നില്ല? കാരണം നാം കർത്താവിനോട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നുറങ്ങും. അല്ലെങ്കിൽ അങ്ങനെയല്ല, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം നമ്മോട് സംസാരിക്കാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, വെളിപ്പാട് അരുളാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും എൻ്റെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കും, ഇന്നത് ഞാൻ സംസാരിക്കണോ, എന്റെ കുഞ്ഞ് ഇങ്ങനെയായി തീരണോ, എന്റെ കുഞ്ഞ് ഇങ്ങനെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് മുന്നേറണമെന്ന്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളഞ്ഞിട്ട് ദൈവികമായ വെളിപ്പാടുകൾ പോലും പ്രാർത്ഥിക്കാൻ പറ്റാതെ മാനുഷികമായ ഉദ്ദേശങ്ങൾക്ക്, മാനുഷികമായ ആവശ്യങ്ങൾക്ക് ഓടി നടക്കുകയാണ് നാമും എല്ലാവരും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ വരവാഗതമായ സമയത്ത് ഈ ദിവസങ്ങളിൽ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട്, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി മുന്നേറിക്കൊണ്ട്, കർത്താവ്
തന്നെ വിശ്വസിച്ച് അടിയുറച്ച് വിശ്വസിച്ച് ഹല്ലേലൂയ മുന്നേറിക്കൊണ്ട് ഹല്ലേലൂയ ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കുക, ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കുക. എന്റെ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ വിഷയത്തിൽ മധ്യേ എന്റെ കർത്താവ് ഇറങ്ങി വന്നേ മതിയാവൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നേ മതിയാവൂ. ആ ലാസർ മരിച്ച് നാറ്റം വമിച്ച അവസ്ഥയില് അവിടെ കൂടെ നിന്നവരൊക്കെ പറഞ്ഞു, ഇതൊന്നും ഹല്ലേലൂയ ഒന്നും നടക്കത്തില്ല, മരിച്ചു പോയില്ലേ. അവിടെ ഒരു ദൈവപ്രവൃത്തിയോ ആരും ഒന്നും വിചാരിച്ചില്ല. പക്ഷേ ദൈവം അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തിനാ അവിടെ ചെയ്തത്? പുനരുദ്ധാനത്തിന്റെ ശക്തിയാല ലാസറിനെ പുറത്തു കൊണ്ടുവന്നത് എന്തിനാ? മരിക്കാതെ ഇരുത്താമായിരുന്നു. പക്ഷേ അത്രയും മരണകരമായി നാറ്റമപിച്ച അവസ്ഥയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു എങ്കിൽ അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം എടുക്കാനുണ്ടായിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. എന്റെയും നിന്റെയും ജീവിതത്തിൽ പലപ്പോഴും നാം ചിന്തിക്കും, കർത്താവ് എന്തിനാ ദൈവമേ ഇത്രയും കഷ്ടതകള്, ഇത്രയും ഹല്ലേലൂയ ഇത്രയും പ്രയാസങ്ങൾ എന്തിനാ കർത്താവ്? ഓ ഹല്ലേലൂയ പറ്റുന്നില്ലല്ലോ. ഓ ഹല്ലേലൂയ മുന്നോട്ട് നോക്കുവാൻ സാധിക്കുന്നില്ല കർത്താവ്. ഓ നീറുന്ന അനുഭവമാണപ്പാ. ആരോട് എനിക്ക് പറയുവാൻ സാധിക്കും? എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ നീ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ കരയുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വെളിപ്പാടുകൾ അറിയിക്കുവാനുണ്ട്. ഓ ഹല്ലേലൂയ. മാർത്ത പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടിരുന്നപ്പോൾ മറിയ ഓടിപ്പോയി. എല്ലാവരും അവിടെ നിന്നവരെല്ലാം ചുറ്റും നോക്കുന്നുണ്ട്. എന്താണാവോ? ഓ ഇനി ആ കല്ലറയുടെ അടുക്കൽ പോയി കരയാനാണോ ഇവൾ പോകുന്നത്? അല്ല, കർത്താവിന്റെ കാൽക്കൽ വീണു. ഇന്ന് രാത്രികാലം ആർക്കൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ സാധിക്കും? ആർക്കൊക്കെ സാധിക്കും? തീരുമാനത്തോടെ അടുത്തു വരാൻ സാധിക്കും. നീ വിശ്വസിക്കുക, ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്ക. ചൂടമന അന്തരാര വൗക്ഷിയാരവ അന്തരാരകത്തുരീര ബൗഡാരകന്ധുരി ഉടവൽ കരകം ജാനകരകരസ്യാര. ഓ ലാസറിന്റെ മരണത്തിൽ എന്റെ യേശുക്രിസ്തു ഉള്ളം നൊന്തു. രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ഉള്ളം നൊന്തു. മൂന്ന് യേശുവിന്റെ മരണത്തെ കുറിച്ച് സൂചിപ്പിച്ച് സംസാരിച്ചപ്പോൾ ആ സമയം യേശുക്രിസ്തുവിന്റെ ഉള്ളം നൊന്തു. ഹല്ലേലൂയ. മൂന്ന് പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ ഉള്ളം നൊന്തതായി ഹല്ലേലൂയ പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉള്ളം നൊന്ത അവസ്ഥയിൽ ഹല്ലേലൂയ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം തണുപ്പ് നൽകുക, ആശ്വാസം നൽകുക. എന്റെ സർവശക്തനായ ദൈവമുണ്ട്. എന്റെ ദൈവം സർവശക്തനാണ്. എന്റെ ദൈവം സർവജ്ഞാനിയാണ്. സർവത്തിനും ഉടയവനായ ദൈവം. ഹല്ലേലൂയ. വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എന്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചനാരാ? നമ്മുടെ നാവ് കൊണ്ട് പ്രസ്താവിക്കുക, വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ ശക്തി. ദൈവമേ, ഇന്ന് ഹല്ലേലൂയ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നടക്കട്ടെ കർത്താവ്. ഹൃദയം കലങ്ങിയ വിഷയത്തിൽ മധ്യേ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികള് ഓരോ കുടുംബത്തിൽ വെളിപ്പെടട്ടെ, തലമുറയിൽ വെളിപ്പെടട്ടെ കർത്താവ്. പലപ്പോഴും ജീവിതത്തിന്റെ പല കാര്യാതകളില് അവർ ഞെരുങ്ങിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല, ദൈവത്തിൽ എഴുന്നേൽക്കുവാൻ സാധിക്കുന്നില്ല, എണീറ്റുണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. വളരെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ ഇന്ന് രാത്രികാലം ഒരു വിടുതൽ നൽകുമാറാകണോപ്പാ. ചൂടവന ഭൗക്ഷ്യാരവ അന്തരാരകത്തുരീര ഘടകം ജാനകരഗത അന്തർകരകം ദീപ പ്രൗഢാര ബലഭൗക്ഷ്യാരവര ബൗഡാരക രീഖവന ബൗഡാരകന്ധുരി. ദൈവമേ, ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അഗ്നിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രിയ ദേവദാസന കുടുംബത്തെ കർത്താവ് മാനിക്കണ എല്ലാ കർത്താവ്, ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ വചനം എവിടെയൊക്കെയാണോ ഷെയർ ആയി പോകുന്നത് ആ കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ വചനത്തിൽ കൂടെ അനേകം മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ഈ വചനം എവിടെയൊക്കെ വീഴുന്നോ അവിടെ ഫലം
ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കും. കർത്താവിന്റെ വചനം ഇന്ന് പകൽക്കാലം ദൈവം സംസാരിച്ചതുപോലെ, യേശു ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവമേ, ക്രിസ്തുവിലുള്ള വിശ്വാസം ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുമോ? ദൈവമേ, നീ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ ഹൃദയം കലങ്ങിയ അവസ്ഥയിൽ നീ ഇറങ്ങി വരണോപ്പാ. ദൈവത്തിന്റെ ചില പ്രവൃത്തികള് ഇന്ന് രാത്രികാലം വെളിപ്പെട്ടേ മതിയാവൂ. ഞങ്ങളുടെ മേൽ, കുടുംബത്തിന്മേൽ, ദേശത്തിന്മേൽ, സഭയിൽ, തലമുറയിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, പ്രിയ അഡ്മിൻ, എല്ലാ മെമ്പേഴ്സിനും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തൃശ്ശൂര് കുരിയച്ചിറയിൽ കർത്താവിൻ്റെ പേരോടനുബന്ധിച്ചായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളാണ്. ഒരാൾ 10ാം ക്ലാസ്സിൽ, ഒരാൾ +1 പഠിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ.